ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വേറൊരു വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും, ട്രേഡ് ഔട്ട്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം ഏരിയയിലും ഉണ്ട്. ഒന്നുമില്ല, നമ്മൾ ഗൂഗിൾ മാപ്പ് ഏത് മാപ്പിലും കയറി ട്രേഡ് ഔട്ട്ലെറ്റ്സ് നിയർ ബൈ എന്ന് അടിച്ചു കൊടുത്താൽ അത് നമുക്ക് നിയർ ബൈ ആയിട്ടുള്ള ഔട്ട്ലെറ്റ്സ് കാണിച്ചു തരും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആമസോൺ ഇല്ലേ, അതിൽ വരുന്ന നല്ല 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 സാധനങ്ങൾ കുറഞ്ഞ റേറ്റിൽ കിട്ടും. അപ്പം അവിടെ എല്ലാം വന്ന് കാർഡ്ബോർഡ് ബോക്സസിലായിരിക്കും വെച്ചിരിക്കുന്നത്. നമ്മൾ അതൊരിച്ചിരി ടൈം എടുക്കും നമ്മളെല്ലാം റീഡ് ചെയ്ത്. അല്ല, ഇപ്പോൾ ഒരു 12 പൗണ്ട്സ് എക്സാമ്പിൾ പറയാം, ഒരു 12 പൗണ്ട്സ് സാധനമാണെങ്കിൽ അവിടെ ഒരു 4 പൗണ്ട് അങ്ങനെയൊക്കെ വളരെ ചെറിയ റേറ്റിൽ കിട്ടും. പിന്നെ നോ ഗ്യാരണ്ടി നോ വാറണ്ടി, അതുകൊണ്ട് റിട്ടേൺ എടുക്കത്തില്ല അവർ. അപ്പം നോക്കി സെലക്ട് ചെയ്യുക. അപ്പം ഞങ്ങൾക്ക് അടുത്ത വാലസിയാണ്. അപ്പം വാലസി ട്രേഡ് ഔട്ട്ലെറ്റിൽ പോയി ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങിച്ചു. എന്താണെന്ന് കാണിക്കാം. പിന്നെ അവിടെ ഒരു സംഭവമുണ്ട്, മിസ്റ്ററി ബോക്സ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും. അപ്പം മിസ്റ്ററി ബോക്സ് എന്ന് പറഞ്ഞാൽ അതിൽ 12, 24, 40 അങ്ങനെ പല റേറ്റിലുണ്ട്. ഏറ്റവും ചെറിയ റേറ്റ് എന്ന് പറഞ്ഞാൽ 12 പൗണ്ട്സ്. ഇറ്റ്സ് അബൌട്ട് ലക്ക്. നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ എന്തെങ്കിലും നമുക്ക് ഗുണമുള്ള സാധനം കാണും. അവർ പറയുന്ന 40 to 100 പൗണ്ട്സിലുള്ള എന്തെങ്കിലും സാധനം നമുക്ക് കിട്ടും എന്നാണ്, അറിയത്തില്ല. അപ്പം നമുക്ക് നമ്മുടെ ബോക്സസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? എന്നാ ബാ നോക്കാം അല്ലേ. മിസ്റ്ററി ബോക്സ് എന്തുവാകുമെന്ന് അറിയത്തില്ല. 12 പൗണ്ട്സിന് വാങ്ങിച്ചതാണ്. 12 പൗണ്ടെങ്കിലും അതിനുള്ള സാധനമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എന്താണ് ഉള്ളത് എന്ന് എന്നതാണ്. കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ ഓപ്പൺ ചെയ്യണമല്ലോ ഇപ്പോൾ അല്ലേ? ഓപ്പൺ ചെയ്യണോ? ഓപ്പൺ ചെയ്യട്ടെ. ആദ്യം ഞാൻ എല്ലാം എടുത്ത് വെളിയിലോട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം എന്നാണ്, ഏതൊക്കെ എന്നതാണെന്നൊരു പിടിയുമില്ല. ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാം. എന്തായാലും കുറേ സംഭവങ്ങളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഞാനത് ഇങ്ങോട്ട് വെക്കാം അല്ലേ, നിരത്തി വെക്കാം. എന്തോ ഗ്ലൗസസ് ആണെന്ന് തോന്നുന്നു. ഗ്ലൗസസ് അത് 1 കംപ്രഷൻ ഗ്ലൗസ് എന്ന് പറഞ്ഞിട്ട് 2 പാക്കറ്റ് ഉണ്ട്. അത് തന്നെ 3-4 പാക്കറ്റ് ഉണ്ട്. ഈ ഗ്ലൗസ് എല്ലാം കൂടെ നമ്മൾ അങ്ങനെ ചെയ്യും. എന്തൊക്കെയോ ഡ്രസ്സസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്താണെന്ന് നോക്കണോ? അത് ഓൾറെഡി ഓപ്പൺഡ് ആണ്. എന്നാ കേട്ടോ. ഇത് നമ്മുടെ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ടൈപ്പ് മോഡൽ ഡ്രസ്സ്. ഇനി ഇതിട്ടോണ്ട് ഞാൻ ഇനി അടുത്തത് ഷെക്കിനി. ഇതിൻ്റെ ആണല്ലോ എല്ലാം ഇറങ്ങിയേക്കുന്നത്. ഇതിൻ്റെ പേര് കറക്റ്റ് ഇട്ടിട്ടില്ല കേട്ടോ. വിമൻസ് ക്ലോത്തിങ് മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് സംഭവം എല്ലാം എന്തൊക്കെ ഉണ്ടെന്ന് കാണിക്കാം. പിന്നെ ഓരോന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഇത് ഫ്രണ്ട്സ് ആൻഡ് കിഡ്സ് എന്നേ ഇട്ടിട്ടുള്ളൂ. എല്ലാം സെപ്പറേറ്റ് നമ്മൾ പൊളിക്കേണ്ടി വരും. ഇതെന്നതാണെന്നറിയത്തില്ല, എന്തോ ഒരു സംഭവം. ഇതെല്ലാം ഞാൻ പൊളിച്ച് കാണിക്കുന്നതായിരിക്കും അല്ലേ നല്ലത്. ഓപ്പൺ ചെയ്യാലോ എന്നാ. എന്താന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും ഇത് സംഭവം കുറേ ഉണ്ട്. യൂസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നറിയത്തില്ല. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നല്ലതായിരിക്കും. ഇത് പ്രൊഫഷണൽ എല്ലാ ഫിറ്റ്നസ് ട്രെയിനിങ്ങിനൊക്കെ പറ്റിയ സംഭവങ്ങളാണ്. എല്ലാം ഇങ്ങനെ കുറേ ഡ്രസ്സസ് ആട്ടെ, എല്ലാം കുറേ കൂടുതലും ഡ്രസ്സാണുള്ളത്. നമുക്കറിയത്തില്ല, ഓരോ പാക്കിലും ഓരോ സാധനങ്ങളായിരിക്കും. ഇത് ഫിറ്റ്നസ് ആൻഡ് ട്രെയിനിങ്. ഇത് മസിൽ കമാൻഡർ. ഇത് മെയിലിൻ്റെ ഒരു ടീഷർട്ടാണ്. ഫിറ്റ്നസ് നമ്മുടെ കിഡ്സിനും പറ്റുമല്ലോ കേട്ടോ. ഹെഡ് ബാൻഡ് കുറേ ഉണ്ട്, പേടിക്കുഞ്ഞിനൊക്കെ യൂസ് ആവും. ഇത് തലവില്ലല്ലോ ആക്കാൻ. ഇത് കണ്ടിട്ട് ബ്രായാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഉണ്ട്. അവർ മൊത്തം എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ഇതെന്നതാണെന്ന് അറിയില്ല. ബേബീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയോ ഉണ്ട്, ബേബീസിനുള്ളതുണ്ട്. യുവർ വെൽബീങ് സ്റ്റാർട്ട്സ് ഹിയർ സംതിങ്.
എന്തോ അറിയില്ല. ഇത് കൊള്ളാം അല്ലേ? ഇതൊരു ടീഷർട്ട് അതുപോലെ ഉണ്ട്. ഷർട്ട് ടീഷർട്ട് സംതിങ്. പിന്നെ ജക്ലൈ സോക്സ് എന്തോ സംതിങ്, ഒരു സോക്സ്. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യണ്ടേ? എല്ലാവരും എക്സൈറ്റഡ് അല്ലേ? നമ്മളിപ്പോൾ ആദ്യത്തെ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പോവാണേ. എന്താണെന്നൊരു പിടിയില്ല. സംഭവം എൻ്റെ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യണോ? എന്തോ ഒരു സോക്സ് ആണ്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനമല്ലേ? ആവശ്യം വേണ്ടി വരുമോ? ഓപ്പൺ ചെയ്യാനോ? ലൈക്ര സോക്സ് അല്ല, മെയ്ഡ് ഫ്രം റീജനറേറ്റീവ്. അത് കട്ട് ചെയ്ത വീഡിയോ. അപ്പോൾ നമുക്കിനി ഓരോരോ ബോക്സസ് വെച്ച് ഓപ്പൺ ചെയ്തല്ലോ. അപ്പോൾ ഫസ്റ്റ് ഡേ ഈ ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണേ. ഒന്നുമില്ല, സോക്സ് അത്രേ ഉള്ളൂ. പക്ഷെ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സംഭവമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അത്രയ്ക്കൊന്നും ക്വാളിറ്റി പറയാനില്ല, പക്ഷെ നല്ല മെറ്റീരിയൽ. ഇച്ചിരി നമ്മൾ നല്ല കട്ടിയുണ്ട് എന്താ. അങ്ങനെ ഒരു 3 ജോഡി ഉണ്ട് അതിനകത്തെ. 3 ജോഡി സോക്സ്. ആ സെയിം കളറ്, വ്യത്യാസമൊന്നുമില്ല. സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ അടുത്ത പാക്കറ്റ് നല്ലൊരു ടീഷർട്ടാണെന്ന് തോന്നുന്നു. മെൻസിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇത് ഓൾറെഡി പാക്ക് പൊട്ടിയിരിക്കുകയാണേ. ഇത് പക്ഷേ നല്ല ടീഷർട്ട് അല്ലേ? ഒത്തിരി വലുതാണല്ലോ. ഇത് മെൻസിന് പറ്റിയതാ. മെൻസ് എന്ത് മീഡിയമാ. അപ്പം ഇച്ചിരി വലുതായിരിക്കും. പക്ഷെ സംഭവം കൊള്ളാം കേട്ടോ. അപ്പം ഈ ടീഷർട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ അതിൽ കമൻറ്റ്സ് ചെയ്താൽ മതി. ഇത് ഞങ്ങൾ തരുന്നതായിരിക്കും അഫോർഡബിൾ പ്രൈസിൽ. ഒത്തിരി ഒന്നും പ്രൈസ് ഇല്ല. അപ്പം ഇഷ്ടമായെങ്കിൽ ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യുമല്ലോ. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങളത് തരുന്നതായിരിക്കും. ഇതാൻ പോകുന്നത് അടുത്ത പാക്കറ്റ്. സിസ്റ്ററോടെ വെച്ചു. അതും ഇതേപോലെ. ഇതെന്നാ? ഓ, കൊച്ചു പിള്ളേരുടെ കേട്ടോ. ഓ, എന്നാ ക്യൂട്ടായിട്ടുള്ളത്. സ്വിമ്മിങ് വെയർ ആണെന്ന് തോന്നുന്നേ. ഇത് ഒരു ക്യാപ്പ്, ഒരു കുട്ടി സ്വിമ്മിങ് വെയർ പോലെ ഉണ്ട് കണ്ടിട്ട്. നല്ല രസമുണ്ടല്ലേ? ഇത് കൊച്ചു പിള്ളേർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 1 year ഒക്കെ ഉള്ള അല്ലേ, 6 months ഒക്കെ ഉള്ളവർക്ക് പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? അപ്പം സ്വിമ്മിങ് വെയർ അല്ല, ഇത് നമ്മുടെ സ്വിമ്മിങ് വെയർ പോലെ അതുപോലത്തെ ഒരു ക്ലോത്ത് ആണ്. എന്നിട്ട് കട്ടാക്കിക്കേ. നമുക്ക് ഒരു ടീഷർട്ടാണ് കിട്ടിയേക്കുന്നത്. ഇതും മീഡിയം സൈസാണ്. ഇത് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പം ഉള്ളതല്ല, എല്ലാം ഫിറ്റ്നസ് ട്രെയിനിങ്ങിനൊക്കെ ഉള്ള ടീഷർട്ട്. ഇത് ജെൻസിൻ്റെ അല്ലേ? അതെ. ഇത് പോൾ. നെക്സ്റ്റ് ഇതേ നോക്കിയേ, ഒരു ബ്ലാക്ക് ചുരിദാർ പോലുണ്ടല്ലോ. കണ്ടല്ലോ, നമ്മുടെ ഈ മുസ്ലിംസ് ഒക്കെ ഇടുന്ന ഒരു ടൈപ്പ് അല്ലേ? ഇതാർക്ക് പറ്റും? XXL. ഇതിൻ്റെ പേരും വിലയും ഒന്നുമില്ല കേട്ടോ, ഒന്നും പറ്റാത്ത. ഇതാർക്കെങ്കിലും സൈസ് ഫിറ്റ് ആവുകയാണെങ്കിൽ പറയുക, ഞങ്ങൾ ഇത് തരുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു എന്താ നോക്കട്ടെ. എൻ്റെ ദൈവമേ, ഇവിടുത്തുകാരിടുന്ന സ്വിമ്മിങ് വെയറാ. അതേ കണ്ടില്ലേ? അത്രേ ഉള്ളൂ. ഇതാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയുക, എല്ലാവർക്കും തരുന്നതായിരിക്കും. അടുത്തത് എന്താ നോക്കിയാലോ. ഇത്
ഇതെന്നാ ഇതെന്നാ ഇതെന്നതാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ഇവിടെ നമ്മൾ കെട്ടുന്ന പോലെ എന്തോ സംഭവമാണോ? അതെ, ഇവിടെ ഇങ്ങനെ കെട്ടുന്നതാണ്. അങ്ങനെ കെട്ടുന്നത്. ഇതെന്നാന്ന് മനസ്സിലായി കാണുമായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലായിരിക്കും. അങ്ങനെ അത് എല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ആർക്കും ഇനി ഇങ്ങനെ അബദ്ധം പറ്റരുത്. ഓക്കെ, അടുത്ത ബോക്സ് എടുത്താലോ? അതും ഇതുപോലെ തന്നെ ഒരു സ്വിമ്മിങ് വെയർ പോലെ സംഭവമാണ്. ഇതിങ്ങനെ ക്രോസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, എനിക്ക് കറക്റ്റ് ആയിട്ടുണ്ടല്ലേ. ഇതും എൻ്റെ തുണിയല്ല, എല്ലാം പോളിസ്റ്ററിലാണ് സംഭവം ചെയ്തേക്കുന്നത്. ഈ കമ്പനിയുടെയാണ് ഫുള്ള്. ഈ കമ്പനിയുടെയാണ് സംഭവം. വെസ്റ്റ് അല്ലേ, സെയിം സംഭവമാണെന്ന് തോന്നുന്നു. മുമ്പേ കണ്ട എന്തായാലും എൻ്റെ സയ്യായിട്ട് രക്ഷപ്പെട്ടു കേട്ടോ. സയ്യായിട്ട് പറ്റിയ കുറേ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. മുമ്പേ നമുക്ക് കിട്ടിയത് മീഡിയമാണ്, ഇതാണ് ലാർജ്. ഇത് ഫിറ്റ്നസ്, എനിക്ക് തോന്നുന്നു മറ്റേ സ്വിമ്മിങ് വെയർ പോലത്തെ സംഭവമാണ്. അതെ, അത് തന്നെ, ഒരു മാറ്റവുമില്ല. അത് തന്നെ. ദേ നോക്കിയേ, ഇവിടുത്തുകാരൊക്കെ ഇടുന്ന മോഡൽ അല്ലേ. നമ്മളൊക്കെ ഇതെടുത്ത് ഇട്ടോണ്ട് വെളിയിലോട്ട് ഇറങ്ങിയെടുത്തൊരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി. ഓക്കെ, അപ്പം ഇതെന്നാ നോക്കി. ഇത് കണ്ടിട്ടൊരു ഇച്ചിരി എക്സൈറ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് എന്താ നോക്കിയാലോ? കാണണോ എന്താണിത്? എന്തോ നല്ല വെൽവെറ്റ് പോലെ നല്ല അടിപൊളി. ഓ, കിഡ്സിന് പറ്റിയത്. എന്താണിത്? മഹിക്ക് പറ്റിയതാ. മഹി അതിനെ അടിച്ച് ശരിയാക്കണം. പിടിക്കാനൊക്കെ നല്ല പഫി ആയിട്ടിരിക്കുന്നത്. ഓ, ഇത് മാത്രം കിഡ്സിന് പറ്റിയ ഒരേ ഒരു സംഭവം ഇതേ ഉള്ളു. ഇത് പിന്നെ ഒരു ഇച്ചിരി യൂസ്ഫുൾ ആണല്ലേ. അവർക്ക് കാണുമ്പോൾ എന്തോ ഒരാള് പേളി വന്നിട്ട് അമ്മയെ പൂച്ച എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ പൂച്ച കണ്ടാ പക്ഷെ ഇപ്പൊ പേടി വരും അല്ലേ, ബ്ലാക്ക്. അടുത്തത് ഇത് മറ്റേ സെയിം എല്ലാം അത് തന്നെ. നീ നോക്കിക്കേ, ഈ ഡ്രസ്സിന് പകരം വല്ല ചുരിദാറോ വല്ലോ കിട്ടി, ഒരു സാരിയോ ചുരിദാറോ വല്ലോ കിട്ടി. ഒന്നുമില്ല, ഇതേപോലത്തെ ഒരു ടോപ്പ് ആണെങ്കിലും മതിയായിരുന്നു. അപ്പോൾ എല്ലാവരും മിസ്റ്ററി ബോക്സ് കണ്ടില്ലേ? ഒരു കാര്യമില്ല, ആകെ 1-2 സാധനമുണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള. ഈ ബാക്കി ഇത്ര ഇരിക്കുന്ന സാധനങ്ങൾ ഞങ്ങൾ കുറച്ച് സെലക്റ്റീവായിട്ട് അവിടെ നിന്ന് എടുത്തതാണ്. പക്ഷെ നമുക്ക് അവിടെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ ജസ്റ്റ് റീഡ് ചെയ്യുന്നു. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇതിന് അറ്റ്ലീസ്റ്റ് ഫോട്ടോ ഉണ്ട്. ഇപ്പം ഇതിനൊക്കെ ഫോട്ടോ ഉണ്ട്. ഇപ്പം ഇതൊരു വാക്വമാണ്, നമ്മുടെ കാറൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ. കാർ ഉദ്ദേശിച്ചാണ് ഞാൻ വാങ്ങിച്ചത്. കാർ വാക്വം ക്ലീനർ എന്നാണ് എഴുതിയാക്കുന്നത്. ഇത് അറിയാമല്ലോ, നമ്മുടെ മാഗ്നറ്റിക് വയർലെസ് ചാർജർ, പിന്നെ കുറച്ച് ക്ലിപ്സ്, പിന്നെ യോഗ മാറ്റ്, പിന്നെ എന്തായിരുന്നു അതെ. ഇപ്പം പ്രൈസ് ഞാൻ കാണിക്കാം, നിങ്ങൾ നോക്കി. ഇത് യോഗ മാറ്റാണ്, ഫോൾഡബിൾ യോഗ മാറ്റ് ഫോർ ട്രാവൽ ഇട്ടിട്ടുണ്ട്. അതിന് ഒറിജിനൽ പ്രൈസ് 998. നമുക്ക് 1 പൗണ്ടിനാണ് 117 കിട്ടിയതാണ്. അപ്പം നമുക്ക് ഓരോന്ന് ഇനി ഓപ്പൺ ചെയ്താലോ? ഇപ്പം ആദ്യം യോഗ മാറ്റ് ഓപ്പൺ ചെയ്യാം. 1 പൗണ്ടേ ഉള്ളായിരുന്നു, 117. നോക്കിക്കേ, അതിനൊരു കവറുണ്ട്, ക്യാരി ബാഗ് ഉണ്ട്. ഇതെല്ലാം എല്ലാം കീറിയിരിക്കുവാണോ?
ബോട്ടിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് വലിയ കട്ടിയില്ല, പക്ഷെ കുഴപ്പമില്ല, യൂസ്ഫുൾ ആണ്. 1 പൗണ്ടിനൊക്കെ നല്ല ലാഭമല്ലേ അല്ലേ? നമുക്ക് വീതി കുഴപ്പമില്ല, ഞങ്ങളുടെ നോർമലി നോക്കാൻ പാട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ് അല്ലേ? അല്ലേ? നല്ല വലിയ കട്ടി നോക്കിയേ, കാണിച്ചേ, ഇത്രയും കട്ടി കുഴപ്പമില്ല, നമുക്കൊരു തൽക്കാലത്തേക്കൊക്കെ. പിന്നെ ഒരു ഗുണം, നല്ല ഫോൾഡ് ചെയ്ത് ഇതുകൂട്ട് വെക്കാം. മറ്റേ നമ്മൾ റോൾ ചെയ്യുമല്ലോ ചെയ്യുന്നത്, ഇങ്ങനെ ഫോൾഡ് ചെയ്യുക, എടുത്ത് ഒരു സൈഡിലോട്ട് വെക്കാം, കുഴപ്പമില്ല. അപ്പോൾ അത് വെക്കാൻ നമുക്കൊരു ക്യാരി ബാഗ് ഉണ്ട്. ഇത് കീറിയിരിക്കുന്ന കവറ് ചിലപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഡാമേജ്. നോക്കിയേ, കവറെല്ലാം കീറിയിരിക്കുക. അപ്പോൾ നമുക്ക് കവറിന് ആവശ്യമില്ലല്ലോ, മാറ്റല്ലേ ആവശ്യം. അപ്പം അതിച്ച് പൊട്ടിക്കാനൊന്നും ഇല്ലല്ലോ അല്ലേ? നമ്മുടെ വയർലെസ് ചാർജർ ശരിക്കും 16 പൗണ്ട്സിൻ്റെ സാധനമാണ് നമുക്ക് 1.98 കിട്ടിയേക്കുന്നത്. മാക്സേഫ് ചാർജർ 2 പാക്ക് 15 വാട്ട് അല്ലേ? ഫാസ്റ്റ് മാഗ്നറ്റിക് വയർലെസ് ചാർജർ ഫോർ ഐഫോൺ. ഓപ്പൺ ചെയ്ത് കുത്തി വെച്ച് നോക്കാം. അതെ, ഓപ്പൺ ചെയ്ത് കാണിക്കാവേ. ചാർജറാണേ സംഭവം. ഇതിൽ ചാർജ് ചെയ്ത് കാണിക്കാം. 2 പിന്നിൻ്റെ ഉണ്ടല്ലേ, 2 ടൈപ്പ് പിന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ഇതുണ്ട്. ഓക്കെ, അപ്പോൾ അത് കണ്ടല്ലോ. അപ്പോൾ അടുത്തതിലോട്ട് നമുക്ക് പോയാലോ. ഇത് അതിൻ്റെ കൂടെ കിട്ടിയ നമ്മൾ ഗ്ലൗസ് എന്നും പറഞ്ഞ് കണ്ടില്ലേ, അതിൽ 2-3 ഗ്ലൗസ് ആണ്. ഇത് പല സൈസുണ്ട്, കംപ്രഷൻ ഗ്ലൗസ്. ഇത് ഇട്ടാതെ ഇങ്ങനെ ഇരിക്കും, നല്ല ഈ സൈക്കിളൊക്കെ ഓടിക്കുന്നവർക്ക് സൈക്ലിങ്ങിനൊക്കെ നല്ലതായിരിക്കും. ഇത് നല്ല ഗ്രിപ്പുണ്ട്, നല്ല സുഖമുണ്ട് കേട്ടോ ഇട്ടിട്ട്. ഇത് മാത്രം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് വില കാണിക്കും. അടുത്ത് നമുക്ക് എന്നെ എടുക്കാൻ പോന്നെ റിംഗ് ലൈറ്റ് വിത്ത് ട്രൈപോഡ് സ്റ്റാൻഡ്, എക്സ്റ്റെൻഡബിൾ 3 ലൈറ്റ് മോഡ്സ് ഉണ്ട്, ബ്രൈറ്റ്നെസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 34 പൗണ്ട്സ് ആണ്. നമ്മൾ വെറും 4 പൗണ്ട്സിനാണ് വാങ്ങിച്ചേക്കുന്നത്. എങ്ങനെയുണ്ടെന്നറിയാം, നോക്കാം. നമുക്ക് ഓപ്പൺ ചെയ്താലോ. സംഭവം കൊള്ളാല്ലേ, സ്റ്റാൻഡ് നമുക്കതിൽ ഫിക്സ് ചെയ്യാം. അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് ഇത് ടൈറ്റ് ചെയ്യാം, ലോക്ക് ചെയ്യാം. സംഭവം കൊള്ളാം കേട്ടോ, നല്ല സ്ട്രോങ് ആണ്. ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അറിയാമല്ലോ. അപ്പം ഇനി അതിൻ്റെ നമ്മുടെ റിംഗ് ലൈറ്റ് ഉണ്ട്. ഫോർ മേക്കപ്പ് ആൻഡ് ലൈവ് സ്ട്രീം. കുറച്ച് നാൾ കൊണ്ട് ഈ സംഭവം വാങ്ങിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ ശരിക്കും ഒരു ഗിംബലൊക്കെ വാങ്ങിച്ചു, പക്ഷെ നാട്ടിൽ പോയപ്പം എന്നോട് എൻ്റെ ചേച്ചി ചോദിച്ചപ്പം ഞാനത് കൊടുത്തു. എനിക്കതൊരു പ്രശ്നമുണ്ട്, ആരെങ്കിലും എന്ത് ചോദിച്ചാലും ഒന്ന് ഒരിടത്തും കൊടുക്കും. അത് ഒത്തിരി ആഗ്രഹിച്ച് ഞാൻ വാങ്ങിച്ചൊരു ഗിംബലായിരുന്നു. അപ്പോൾ അത് ചേച്ചിക്ക് കൊടുത്തു. പിന്നെ ഒരു ഗിംബൽ വാങ്ങിക്കണമെന്ന് ഇനി ഇതുവരെ നടന്നില്ലായിരുന്നു. ഇപ്പം എന്തായാലും റിംഗ് ലൈറ്റ് സെറ്റായിട്ടുണ്ട്. കിങ്ങിണിക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തായിരുന്നു ഒരു റിംഗ് ലൈറ്റ് അവിടെ ബർത്ത്ഡേക്ക്. ഇതിൽ നമുക്കറിയാലോ, ഫോണൊക്കെ സെറ്റ് ചെയ്ത് കണക്ഷൻ കൊടുത്തു. ഇനി അടുത്ത വീഡിയോ നമ്മുടെ ഇതിലായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. അപ്പം നയിക്കേ എല്ലാവരും കണ്ടോ, നമ്മുടെ റിംഗ് ലൈറ്റും ട്രൈപോഡ് സ്റ്റാൻഡും എല്ലാം ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്കത് ഓണാക്കി നോക്കാം. സംഭവം പൊളിയല്ലേ, പല കളർ ചേഞ്ച് ചെയ്യാം അല്ലേ? ഏത് മൈനസ് ഇങ്ങനെ. അപ്പം വാമായിട്ട് വെക്കാം, വൈറ്റ് ആയിട്ട് വെക്കാം. അടുത്തത് ബ്രൈറ്റ്. കൊള്ളാല്ലേ, സൂപ്പർ അല്ലേ? തംസപ്പ് കൊടുക്കണം. നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് ഇഷ്ടപ്പെട്ടെ എല്ലാവരും കമന്റ് ചെയ്യണേ. നോക്കിക്കേ, ഇതിൽ 3-4 സെറ്റിങ്സ് ഉണ്ട്, പവർ, മൈനസ്, പ്ലസ്. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ഇതേ നോക്കിക്കേ,
ഇതിൽ തന്നെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. ഇത് വാം. അപ്പം ഇതിൽ ബ്രൈറ്റ്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നീ നോക്കിക്കേ, കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടോ എൻ്റെ ഫേസ് ഇതിൽ ചേഞ്ച് ആവുന്നത്? ഇന്നലെ പേളിക്കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അതിൻ്റെ ആണ് ഫുള്ള് ഡെക്കറേഷൻ എല്ലാം കാണുന്നത് കേട്ടോ. പക്ഷെ ഇത് ഒരു ദിവസം മുന്നേ വന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ? നമുക്ക് ഇന്നലെ ഇതിൽ ഫുള്ള് വീഡിയോ എടുക്കാമായിരുന്നു. അപ്പം നെക്സ്റ്റ് നമുക്ക് എടുത്താലോ? അപ്പം അടുത്ത സംഭവം നമുക്ക് പൊട്ടിക്കാം. ഇന്ന് ഇത്ര 4 പൗണ്ടേ ഉള്ളായിരുന്നു അല്ലേ? 4 പൗണ്ടിന് അടിപൊളി സാധനം. അപ്പം നെക്സ്റ്റ് കാണും. അടുത്തായിട്ട് ഓപ്പൺ ചെയ്യാം. ഇത് കാർ വാക്യൂം ക്ലീനറാണ്. ഹാൻഡ് ഹെൽഡ് കാർ വാക്യൂം ക്ലീനർ 35.99 ആയിരുന്നു. അത് വെറും 420 കിട്ടി. കുറച്ച് നാളുകൊണ്ട് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഈ എല്ലാം കണക്ട് എന്നാ പറയുക, ഞങ്ങളിവിടെ എക്സ്റ്റൻഷൻ ബോർഡൊക്കെ വെച്ച് നമ്മുടെ നോർമൽ വാക്യൂം ക്ലീനറൊക്കെ എടുത്ത് കണക്ട് ചെയ്യാനുള്ള മടിക്ക് കാറൊന്നും ക്ലീൻ ചെയ്യാതെ അങ്ങനെ കിടക്കും. അപ്പം ഇടയ്ക്ക് ഞാൻ ടീമൂലൊക്കെ നോക്കിയായിരുന്നു വാക്യൂം ക്ലീനറിൻ്റെ കാര്യം. അപ്പം ടീമൂല് ഒന്നാമത് പ്രശ്നം, നമ്മൾ മിനിമം 15 പൗണ്ടിന് ചെയ്യണമല്ലോ. ഇതിപ്പോൾ എന്തായാലും കിട്ടിയപ്പം ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തായാലും നമ്മുടെ കാർ വാക്യൂം ക്ലീനർ. ഇത് എത്ര പവർഫുൾ ആണെന്ന് ഒന്നും എനിക്കറിയത്തില്ല, ജസ്റ്റ് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. സംഭവം കണ്ടിട്ട് ഫുള്ള് പൊടിയായിട്ടിരിക്കുന്നല്ലേ. അവർ ചിലപ്പം യൂസ് ചെയ്തിട്ട് എടുത്ത് വെച്ച്. ഇതെന്തിനാണ്? പല 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 ബ്രഷുകളുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ കുത്തണം അല്ലേ? കുത്തിയിട്ട് ഇത് ലോക്കും അൺലോക്കും അല്ലേ? ഇത് ലോക്കി കിടക്കുക. അൺലോക്ക് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ ഊരുന്നേ. ഓക്കെ. ആരും ഓൾറെഡി യൂസ് ചെയ്ത സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇച്ചിരി മണ്ണൊക്കെ ആയിട്ടിരിപ്പുണ്ട്. ലോക്ക് ചെയ്യാം നമുക്ക്. ലോക്ക് ചെയ്തു. പിന്നെ ഇത് ചാർജർ കണക്ട് ചെയ്യുന്നതിൻ്റെ ഇവിടെ ചാർജ് ചെയ്തിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അത്രയ്ക്ക് നമ്മുടെ ഇതായിട്ടുള്ളത്. അത്രയ്ക്ക് സക്കിങ് ഒന്നുമില്ല. മനസ്സിലായത് ഇതിൻ്റെ പവർ. ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഇത് യൂസ്ഫുള്ളാണ്. പിന്നെ അതിൻ്റെ പല പല ബ്രഷ് ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇതെങ്ങനെയാ? അങ്ങനെ സംഭവം കൊള്ളാം. അത് വെക്കാനൊരു ബാഗൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ. ഇതിനകത്ത് ബുക്ക്ലെറ്റ് ഉണ്ട്, അതിൻ്റെ ചാർജറും സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇതിൽ തന്നെ നമ്മൾ ഓരോന്ന് കണക്ഷൻ കൊടുക്കണം. ഈ സൈഡാണ്. ഓക്കെ. ഇതെന്തിനുള്ളതായിരിക്കും? കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ആക്കി വെക്കാനുള്ള. ഇത് ജസ്റ്റ്. അപ്പോൾ ഈ സംഭവം ബ്രഷ് എന്തിനായിരിക്കും? ഇത് ഈ ട്യൂബ് ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇത് നമ്മൾ ഈ ട്യൂബ് ഫിറ്റ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നതല്ലേ? അഡാപ്റ്റർ എല്ലാം കാണും. ഇങ്ങനെ ആ കാറിലൊക്കെ അടിയിലൊക്കെ ഈ റീച്ച് ചെയ്യാത്ത സ്ഥലത്തൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഒരു ചെറിയൊരു സംഭവമുണ്ട്, അതും ഇതൊക്കെ കൊടുക്കുന്നത് അല്ലേ? ചെറിയ 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 നമുക്ക് ഇടയ്ക്കോട്ടൊക്കെ ആണേലും ചെയ്യാം. അങ്ങനെ കുറേ പാർട്സ് ഉണ്ട് കേട്ടോ. നോക്കിക്കേ. അല്ല, ഇത് വന്നിട്ട് വാക്യൂമിൽ കണക്ട് ചെയ്യാനുള്ളത്. ഓക്കെ. ഇതും ഡയറക്റ്റ് കണക്ട് ചെയ്യാം അല്ലേ നമുക്ക്? അപ്പം ഇങ്ങനെ ഇതും കണക്ട് ചെയ്യാം. ഓക്കെ.
അത്രയ്ക്ക് പവറൊന്നും ഇല്ല, ജസ്റ്റ് മണ്ണൊക്കെ ഇങ്ങനെ വെക്കും. വേസ്റ്റ് ഉണ്ടാകുമെങ്കിൽ ലാസ്റ്റ് വൺ ബട്ട് നോട്ട് ലീസ്റ്റ് നോക്കിയേ, ഒന്നുമില്ല, ഒരു ക്ലിപ്പാണ്. നമുക്ക് 341 ആണ് ഇതിലിട്ടേക്കുന്നത്. നമ്മൾ വെറും 65 പെൻസിന് കിട്ടിയിട്ടുണ്ട്. 4 ക്ലിപ്സ്, അത്രേ ഉള്ളൂ. നോക്കിയേ, ഞാൻ പ്രത്യേകിച്ച് ഓപ്പൺ ചെയ്ത് കാണിക്കണോ? എന്തായാലും കാണിച്ചേക്കാം അല്ലേ. ഓക്കെ, കണ്ടോ, ഇങ്ങനെ കുത്തി വെക്കാം, അത്രേ ഉള്ളൂ. അപ്പം അതിൽ 4 ക്ലിപ്പുണ്ട്. അപ്പം ഞാനിവിടെ അത് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം എല്ലാവരും ട്രേഡ് ഔട്ട്ലെറ്റ് സെൻറ്ററിൽ പോകണം. ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ മാപ്പിൽ അടിച്ചു നോക്കിയാൽ മതി. ട്രേഡ് ഔട്ട്ലെറ്റ് സെൻറ്റർ നിയർ ബൈ എവിടെ വേണേലും പോയി നോക്കാം. ഇതേപോലെ ഇത് ഒരു 3-4 നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ പല സെക്ഷനായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ആ ഓരോ സെക്ഷനിലും നമുക്ക് പോയി കണ്ടുപിടിക്കാം. ഒരു ഇച്ചിരി പാടേ ഉള്ളൂ, നമ്മളെല്ലാം റീഡ് ചെയ്യണം. എല്ലാം കാർഡ്ബോർഡ് ബോക്സസിലാണ് അവർ വെച്ചേക്കുന്നത്. അപ്പം 3:30 ആകുന്നു. ഞങ്ങൾക്ക് കുട്ടികളെ പോയി പിക്ക് ചെയ്യാനുണ്ട് സ്കൂളിൽ നിന്ന്. അപ്പം ഇന്നും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പോകുമല്ലോ അല്ലേ ഔട്ട്ലെറ്റിൽ. പിന്നെ ആരും മറക്കരുത് കമൻറ്റ് ബിലോ. എന്തിനാന്ന് വെച്ചാൽ അറിയാലോ, ഏത് ഐറ്റമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്കത് നിസ്സാര വിലയിൽ തരുന്നതായിരിക്കും. ഓൺലി 3-4 pounds, കൂടുതലൊന്നുമില്ല. കമൻറ്റ് ചെയ്ത് ആരാണ് ആ ഭാഗ്യശാലി എന്നറിയത്തില്ല, ഫസ്റ്റ് കമൻറ്റ് ചെയ്ത് ഫസ്റ്റ് കിട്ടുന്ന ആൾക്കായിരിക്കും അത്. ഞാൻ അല്ലെങ്കിൽ എനിക്ക് DM ചെയ്താലും മതി. അപ്പം ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.